എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മണി ടോക്കിലൂടെ നമ്മൾ പുതിയൊരു സംരംഭവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കാവുന്ന, എന്നാൽ അതോടൊപ്പം നമുക്ക് ജോലിയോടൊപ്പം തന്നെ കൊണ്ടു നടക്കാവുന്ന ഒരു ബിസിനസ് സംരംഭമാണ് ഇന്നത്തെ മണി ടോക്കിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ സംരംഭത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമുക്ക് പാർട്ട് ടൈമായും ചെയ്യാം, അതുപോലെ ഒരു പ്രൊഫഷനായി കൊണ്ടുനടന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംരംഭം മറ്റൊന്നുമല്ല, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഗാർമെൻറ്റ്സ് യൂണിറ്റാണ്. അതായത് നമ്മൾ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങി ഒന്നെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ വിൽക്കുക, അല്ലെങ്കിൽ മെറ്റീരിയൽസ് തന്നെ നമ്മൾ വിൽക്കുക. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഇവിടെ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മറ്റൊന്നുമല്ല, ഓൺലൈനിലൂടെ നമ്മൾ എങ്ങനെ ടെക്സ്റ്റൈൽ ബിസിനസ് നടത്താം അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ബിസിനസ് നമുക്ക് ആരംഭിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ടെക്സ്റ്റൈൽ ഹോൾസെയിലായിട്ട് എടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഡിഫറെൻറ്റ് മെത്തേഡ്സിലുള്ള അല്ല ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സുകൾ നമ്മൾ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്, ഡ്രസ് മെറ്റീരിയലായിട്ട് തന്നെ നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് വിൽക്കാം. അതുപോലെ തന്നെ ഓൺലൈനിൽ കൂടാതെ തന്നെ നിങ്ങൾക്ക് ഷോപ്പ് ഇടാനുള്ള സൗകര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സ്വന്തമായൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ ആ ഷോപ്പ് വഴിയും നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ വിൽക്കാം. ഇപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് മെറ്റീരിയൽ വാങ്ങിക്കുവാനും അത് ഓൺലൈനായി തന്നെ നമുക്ക് വിൽക്കുവാനും സാധിക്കും. അതുവഴി നമുക്ക് റിസ്ക് ഫാക്ടർ നമുക്ക് വളരെയധികം റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളെപ്പോഴും ഡ്രസ് മെറ്റീരിയൽ ബൾക്കായിട്ട് എടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ കൂടുതൽ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് സാധനം കിട്ടും, കൂടുതലായിട്ട് എടുക്കും. അതുപോലെ തന്നെ നല്ല നല്ല മെറ്റീരിയലുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഡയറക്റ്റായിട്ട് ഗാർമെൻറ്റ്സ് യൂണിറ്റിൽ പോയി ഡയറക്റ്റായിട്ട് നമ്മൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്ത് നമുക്ക് മെറ്റീരിയൽ വാങ്ങിക്കാനായിട്ടും സാധിക്കും. അതുവഴി നമുക്ക് കുറേയേറെ നഷ്ടങ്ങൾ നമുക്ക് നികത്താൻ സാധിക്കും. നമുക്ക് റിസ്ക് എന്നുള്ള ആ ഒരു ഫാക്ടർ നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതിന് നമുക്ക് വളരെ ചെറിയൊരു മുതൽ മുടക്ക് മതി. നിങ്ങൾക്ക് ഒരു 10,000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പോയിട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തുകൊണ്ട് വരുന്നു. നിങ്ങൾ ആമസോണോ അല്ലെ ഫ്ലിപ്കാർട്ടോ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജോ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്ക്, വാട്സാപ്പ് ഗ്രൂപ്പ്, അങ്ങനെ എന്തിലൂടെ വേണമെങ്കിലും, വാട്സാപ്പ് ഏതിൽ വേണമെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസൊക്കെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതിലൊക്കെ നിങ്ങളുടെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അഡ്വർടൈസ് ചെയ്ത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് മറ്റൊരു നേട്ടമുണ്ട്. നിങ്ങൾക്ക് ഇതിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 30 to 50% നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുമെന്നുള്ളതാണ്, എല്ലാ എക്സ്പെൻസും കഴിഞ്ഞിട്ട്. ഇപ്പം നിങ്ങൾ 10,000 രൂപയുടെ മെറ്റീരിയലാണ് നിങ്ങൾ എടുത്തതെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഒരു 3,000 തൊട്ട് 5,000 രൂപ വരെ നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം കിട്ടും. പിന്നെ ഈ മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയൽ തന്നെ നമ്മൾ എടുത്തത് കൊണ്ട് ഇത് കുറച്ചു കാലം ഇരുന്നാലും ഇതിന് പ്രത്യേകിച്ച് കേടുപാടുകളൊന്നും സംഭവിക്കത്തില്ല. നിങ്ങൾ മാക്സിമം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിലൂടെ നമ്മൾ നമ്മുടെ മെറ്റീരിയൽസിനെ പ്രൊമോട്ട് ചെയ്യുക, നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കാൻ മാക്സിമം ശ്രമിക്കുക. നമുക്ക് നല്ല വരുമാനം ലഭിക്കും. അതുപോലെ ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലൊക്കെ ഫാഷൻ സ്റ്റോറുകളുണ്ട്. അവയിലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റുകൾ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് അതുവഴിയെല്ലാം സെയിലാവും. അപ്പം നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഹോൾസെയിലേഴ്സുമായിട്ട് ഒരു കോൺടാക്റ്റ് ഉണ്ടാക്കുക, അവിടെ നിന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഗാർമെൻറ്റ്സ് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് പ്രോഡക്റ്റുകൾ എടുക്കുക. അപ്പോൾ കൊണ്ടുവന്ന് ഒന്നെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങളത് സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ആ മെറ്റീരിയലായിട്ട് തന്നെ നിങ്ങൾ സെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വരുമാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നമ്മുടെ ഈ ബിസിനസ്സൊക്കെ ചെയ്യുമ്പം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്കൊരു ജോലിയുണ്ട്, അപ്പോൾ ആ ജോലിയോടൊപ്പം ഇത് പാർട്ട് ടൈമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. 1 മണിക്കൂറത്തെ ആവശ്യമേ വരുന്നുള്ളൂ. 1 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് പോസ്റ്റ് ചെയ്ത് അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ടൊക്കെ 1 മണിക്കൂർ തന്നെ ധാരാളമാണ്.
ഇപ്പോൾ ഓർഡറുകൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓർഡർ പാക്ക് ചെയ്ത് അഡ്രസ്സിൽ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അതിനൊന്നും അധികം ബുദ്ധിമുട്ട് വരുന്നില്ല. അതേപോലെ മീഷോ ആപ്പുണ്ട്. അപ്പോൾ അതിലും നമുക്ക് കമ്മീഷൻ ബേസ് നമുക്ക് ഡ്രസ് മെറ്റീരിയൽസൊക്കെ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. നമുക്ക് കമ്മീഷൻ കിട്ടും. അങ്ങനെ പല മെത്തേഡുകൾ ഇന്ന് ഓൺലൈനിൽ അവൈലബിൾ ആണ്. പല പല പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. അവയൊക്കെ നമ്മളൊന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക. അവയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ബിസിനസ്സുകളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് വേണ്ട ഒരു ഫുൾ ടൈം തുടങ്ങാനാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടും. കാരണം നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണ്, പൂർണ്ണമായിട്ട് നിങ്ങളുടെ ടൈം ഇതിൽ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അതിനെ കൂടുതൽ വിപുലമാക്കണം നമ്മുടെ ബിസിനസ്. അതുവഴി നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടണം. അതിനു വേണ്ടിയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. നമുക്ക് അധികം പണം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. നമ്മൾ ആരും നഷ്ടം വരുത്താൻ വേണ്ടിയല്ല നമ്മൾ ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നത്. നമുക്കെപ്പോഴും വേണ്ടത് ലാഭമാണ്, അല്ലെങ്കിൽ നല്ലൊരു സംരംഭമാണ് നമുക്ക് വേണ്ടത്. ശരിയല്ലേ? എനിക്ക് നഷ്ടം വന്നോട്ടെ എന്ന് കരുതിയിട്ട് ആരെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരുമില്ല. എല്ലാവരും പറയും ഞാൻ ചെയ്യുന്നത് ഒരു ചാരിറ്റി അല്ല, സേവനമാണ്, എനിക്ക് ലാഭം വേണമെന്നില്ല എന്ന് പറയും. പക്ഷേ അങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞെങ്കിലും അവരുടെ ഉള്ളിൽ തൻ്റെ സംരംഭം എപ്പോഴും വളരണമെന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകും. ബിസിനസ് സംരംഭം വളരണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാകണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.